നിങ്ങൾ ഈ ലോട്ടറി വെക്കുന്ന ഒരാളില്ലേ, ഈ ആളൊന്ന് നോക്കി നോക്കുക കേട്ടോ. നോക്കിയാട്ടെ ഈ ചേട്ടൻ ഈ ചേട്ടനെ ലൈഫിൽ കാണിക്കുന്നതിൻ്റെ ഏകദേശം ഒരു എന്താ പറയുക ഒരു പകുതി ശതമാനം നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എടുത്ത എഫേർട്ട് അല്ല നമുക്കൊരു ആത്മവിശ്വാസത്തോടുകൂടി നമ്മളൊരു സാധനത്തിന് മുന്നോട്ടേക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ സക്സസ് ആകാൻ പറ്റും. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് ലോട്ടറി വെക്കേണ്ടിയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 2:50 അതായത് 3 മണിക്ക് നറുക്കെടുക്കുന്ന ലോട്ടറി 2:50 വിൽക്കേണ്ടിയിട്ട് വന്നതാണ്. ഇന്നെടുക്കുന്ന 3 മണിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു 10 മിനിറ്റത്തേക്ക് മൂപ്പർ കയ്യിൽ വിൽക്കാനാണെങ്കിൽ ഒരുപാട് ലോട്ടറി കയ്യിൽ കാണും, നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ അത് വിറ്റ് എത്രയും പെട്ടെന്ന് മാക്സിമം അത് വിൽക്കുക എന്നുള്ളൊരു എന്താ പറയുക ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ആ ചേട്ടന് നടക്കുന്നതിന് വരെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്നിട്ട് പോലും ആ ചേട്ടൻ ആ ലോട്ടറി വിറ്റിട്ട്, അതായത് നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം പല കാര്യങ്ങളും നമ്മൾ ലൈഫിലേക്ക് ബാക്കോട്ടേക്ക് അടിക്കുന്നത് ഇത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ചെയ്യേണ്ടി നമ്മൾ മുന്നോട്ടേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കത് സക്സസ് ആവും. നമുക്ക് ഇതിനേക്കാൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുണ്ട്. നമ്മളെ കയ്യിൽ ഇൻകം ഉണ്ടാവും, നമ്മളെ കയ്യിൽ എന്താ പറയുക വേറെ എല്ലാം ഓക്കെ. പക്ഷെ നമുക്കൊരു ധൈര്യം ഉണ്ടാവില്ല. ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിലേക്ക് മുന്നോട്ടേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സക്സസ് ആവാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം നമ്മളെ മൈൻഡിലുണ്ടാവും. അപ്പോൾ നോക്കിയാട്ടെ, ഈ അറിയാമല്ലോ ലോട്ടറീൻ്റെ കാര്യം. ലോട്ടറി അത് വിറ്റിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവാം? അത് നഷ്ടമായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ? പിന്നെ അതിലെന്തെങ്കിലും അടിക്കണം. അപ്പോൾ എന്നിട്ട് പോലും ലാസ്റ്റത്തെ ആ ഒരു 10 മിനിറ്റത്തെ ആ ഒരു സമയം, ആ ഒരു 10 മിനിറ്റ് കൊണ്ടും ചേട്ടൻ എത്ര മാക്സിമം വെക്കാൻ പറ്റും ആ നടക്കാൻ പോലും ചേട്ടന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് പോലും ആ ചേട്ടൻ അത് എടുത്തിട്ട് മാക്സിമം ലോട്ടറി ആ സമയം 10 മിനിറ്റിനുള്ളിൽ വിൽക്കുക എന്നുള്ളൊരു എയിമിൽ ചേട്ടൻ അത് ജീവിതം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ചേട്ടനിടുന്ന എഫേർട്ടിൻ്റെ നമുക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മളെ ചുറ്റുവട്ടത്തുമുണ്ട്. എന്നിട്ട് പോലും നമ്മൾ എത്ര ആൾക്കാർ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ വേറെ പല കാര്യങ്ങളും തടസ്സങ്ങൾ പറഞ്ഞിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ചേട്ടൻ ചിന്തിക്കുന്ന ഒരു തോട്ടിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചേട്ടനൊരു പകുതി പോലും നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ധൈര്യമില്ല നമ്മുടെ ലൈഫിലേക്ക്. അപ്പോൾ അത്രയും ധൈര്യം നമ്മൾ കാണിക്കണം. ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് ഇറങ്ങേണ്ട ധൈര്യം നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും സക്സസ് ആവും. ഒന്നങ്ങനെ ഇറങ്ങി നോക്കുക. നമ്മളെ കയ്യിൽ എത്ര സമയം നമ്മൾ ആലോചിച്ച് ഇത് ചെയ്യണോ വേണ്ടിയോ എന്ന് ആലോചിച്ച് നമ്മളെ ലൈഫിൽ എത്ര സമയം നമ്മൾ വെറുതെ കഴിഞ്ഞിട്ടുണ്ടാവും. ചേട്ടൻ ആ 10 മിനിറ്റ് പോലും യൂസ് ചെയ്യുന്നുണ്ടോ? അതേപോലെ ആയിരിക്കണം നമ്മളെ കയ്യിലുള്ള സമയം ഈ നിമിഷം തൊട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യൂസ് ചെയ്യണം. അവിടെയാണ് നമ്മൾ സക്സസ് ആവത്തുള്ളൂ.